വെയിറ്റ് ലോസ് സമയത്ത് സദ്യ കഴിക്കുന്നതിനെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ചെറിയ ഷോർട്ടിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സദ്യ കഴിക്കാമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾക്ക് പരിപാടികളും കാര്യങ്ങളൊക്കെ വീക്കെൻഡിലോ അല്ലെങ്കിൽ സൺഡേസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹിന്ദു കല്യാണങ്ങളൊക്കെ ആണെങ്കിൽ ഈ രീതിയിലുള്ള ഇലസദ്യ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓരോ സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ മേടിക്കുന്ന ചോറിൻ്റെ അളവ് വളരെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഏറ്റവും കുറച്ച് ചോറ് മേടിക്കുക, അല്ലെങ്കിൽ അടുത്തെൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എൻ്റെ പ്ലേറ്റിൽ ചോറ് കൂടുതലുണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ പച്ചക്കറികളിൽ അവിയൽ, ക്യാബേജ് തോരൻ, അങ്ങനത്തെ തോരനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കാവുന്നതാണ്. കഴിക്കാൻ പാടില്ലാത്തത് ആ ഒരു വരട്ടി, അതായത് ശർക്കര വരട്ടി, ചിപ്സൊക്കെ അവോയ്ഡ് ചെയ്യുക, പപ്പടം അവോയ്ഡ് ചെയ്യുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തോരനൊക്കെ വയറ് നിറച്ച് കഴിക്കാം. ചോറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക. ഓക്കെ, മാക്സിമം കുറച്ച് ചോറെടുത്തിട്ട് കറികൾ ഈ രീതിയിൽ കൂട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാവർക്കും പ്രിയപ്പെട്ട പായസം അവസാനം കഴിക്കാതിരിക്കണം എന്ന് ഞാൻ പറയില്ല. ഞാൻ ഒരല്പം കൊതി മാറ്റാനായിട്ട് വളരെ കുറച്ച് പായസം മേടിച്ചിട്ട്, അതും പരിപ്പ് പായസമാണെങ്കിൽ പ്രോട്ടീനും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ പരിപ്പ് പായസം ഒരല്പം കൊതി മാറ്റാനായിട്ട് കഴിച്ചിട്ടാണ് അവസാനിപ്പിക്കാറ്. അപ്പോൾ ഇതൊരു ചീറ്റ് മീൽ പോലെ തന്നെയാണ് സത്യത്തിൽ വരുന്നത്. എത്ര കുറച്ച് കഴിച്ചാലും നമുക്ക് അത്യാവശ്യം കാലറി, ഒരു 500-ലധികം കാലറി നമ്മളൊരു സദ്യയിൽ കഴിക്കുന്നുണ്ടാകും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, വെയിറ്റ് ലോസ് ജേണിയിലാണെങ്കിൽ അതിനിടയിൽ വരുന്ന സദ്യകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇല കഴിച്ചു കഴിഞ്ഞൊരു ഇലയാണ്. അച്ചാറ് വിഭവങ്ങളൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് മോര് അവസാനം കുടിക്കാവുന്നതാണ്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം കൂടി ആയതുകൊണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഉച്ച സമയം ഇതൊന്നും നോക്കാതെ നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിച്ചാലും കുഴപ്പമില്ല. വേറെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വൈകിട്ടത്തെ ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യുക. വൈകിട്ട് സാലഡോ മറ്റോ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കൊണ്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ ടോട്ടൽ കാലറി 1500 കാലറിയിൽ നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് സമയത്ത് ഞാൻ ഫുഡ് കഴിക്കുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.